എല്ലാവരെയും ഫ്ലട്ടർ കോഡ് ജേണിയുടെ ഒരു ന്യൂ ട്യൂട്ടോറിയൽ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലിവർ ആപ്പ് ബാർ എന്നൊരു വിഡ്ജറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആപ്പ് ബാറിനെ കുറിച്ചാണ് പറഞ്ഞത്. ആപ്പ് ബാർ എന്ന് പറയുന്നത് നമ്മൾ സ്കാഫോൾഡിൽ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വിഡ്ജറ്റാണ്. അതിന് വേറെ സ്ക്രോളിംഗ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും ഫിക്സഡ് ആയിട്ട് തന്നെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു വിഡ്ജറ്റാണ്. സിമ്പിൾ ടൂൾ ബാർ ആണ്. ഓക്കെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ലിവർ ആപ്പ് ബാർ എന്ന് പറയുന്നത് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി യൂർ റിച്ച് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന ഒരു വിഡ്ജറ്റാണ് സ്ലിവർ ആപ്പ് ബാർ. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുപോലെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് കളർ ചേഞ്ച് കാര്യങ്ങൾ ഒക്കെ ടോപ്പിൽ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സ്റ്റൈലും എഫക്റ്റും കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ സ്ക്രോളബിൾ ആപ്പ് ബാർ എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് സ്ലിവർ ആപ്പ് ബാർ കിട്ടേണ്ടത് കസ്റ്റം സ്ക്രോൾ വ്യൂ എന്ന ഒരു വിഡ്ജറ്റിനകത്താണ്. സ്ലിവർ ആപ്പ് ബാർ വർക്ക് ചെയ്യുന്നത് കസ്റ്റം സ്ക്രോൾ വ്യൂ എന്ന് പറയുന്ന വിഡ്ജറ്റിനകത്ത് മാത്രമാണ്. സോ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കസ്റ്റം സ്ക്രോൾ വ്യൂ എന്ന് കൊടുക്കണം. ഓക്കെ, ഇതിൽ സ്ലിവേഴ്സ് എന്നൊരു പ്രോപ്പർട്ടി കോൾ ചെയ്യാം. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ സ്ലിവർ ആപ്പ് ബാർ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ടൈറ്റിലായിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. ടെക്സ്റ്റ് കസ്റ്റം ആപ്പ് ബാർ എന്ന് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, ഇനി ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ നമ്മൾ റൈറ്റ് സൈഡിൽ ഐക്കൺസ് പ്ലേസ് ചെയ്യാനായിട്ട് ആക്ഷൻസ് എന്നൊരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് 2 ഐക്കൺ ബട്ടൺസ് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബട്ടൺ കൊടുക്കുമ്പോൾ അവിടെ ഓൺ പ്രസ്ഡ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി റിക്വയർഡ് ആണ്. സോ നമ്മളത് അവിടെ കൊടുക്കുക. ഇപ്പം നമ്മൾ പ്രസ്ഡ് ആയിട്ടുള്ളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഐക്കൺസ് ഡോട്ട് എന്തെങ്കിലും ഒരു ഐക്കൺ കൊടുക്കുക. ഷോപ്പിംഗ് കാർട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ സെയിം ലൈൻ കോഡ് തന്നെ മതി. താഴെ ജസ്റ്റ് ഐക്കണിൻ്റെ നെയിം മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അപ്പം അങ്ങനെ കിട്ടാനായിട്ട് Ctrl+D ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+D ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സെയിം ലൈൻ താഴെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഷോപ്പിംഗ് കാർട്ടിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഐക്കൺ നെയിം കൊടുക്കുക. ഞാൻ ഫേവറേറ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന 2 ഐക്കൺസും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ബോട്ടം എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് ആപ്പ് ബാറിന്. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്പ് ബാറിന്ന് പ്ലേസ് ചെയ്യാം. നമുക്ക് മസ്റ്റ് അല്ല കേട്ടോ, ഞാനിപ്പോൾ എൻ്റെ ഡിസൈനിൽ അതേ ഉള്ളൂ. ആപ്പ് ബാർ എന്നുള്ളതിൻ്റെ അകത്ത് എഗെയിൻ ടൈറ്റിൽ എന്ന് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു കണ്ടെയ്നർ ബോക്സ് യൂസ് ചെയ്തിട്ട് സെർച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ടെക്സ്റ്റ് ഫീൽഡ്, അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുകയാണ്. സോ ടൈറ്റിലായിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സ്ലിവർ ആപ്പ് ബാർ ഫ്ലട്ടർ എന്ന് കൊടുത്തിട്ട് ഇപ്പം ഇത് സ്മോൾ ലെറ്ററിലാണല്ലേ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കാനായിട്ട് ആ ഡബിൾ കോട്ട്സിൻ്റെ അപ്പുറത്ത് വന്നിട്ട് നിങ്ങളൊരു ഡോട്ട് ഇടുക. ഇപ്പം കണ്ടോ, ടു അപ്പർ കേസ്. ഓക്കെ, അപ്പോൾ ടു അപ്പർ കേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അത് അപ്പർ കേസിലായിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ടെക്സ്റ്റിനെ ജസ്റ്റ് സെൻറ്റർ ആക്കുവാണ്. ഓക്കെ, ആൻഡ് ഓക്കെ, ഇനി ഞാൻ ഈ ആപ്പ് ബാറിന് ഇപ്പം നമ്മൾ കളറൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് സ്ലിവർ ആപ്പ് ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ
ഒന്ന് സെറ്റ് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഡോട്ട് ഓക്കെ പർപ്പിൾ എന്ന് കൊടുക്കാം. ഒന്ന് റൺ ചെയ്തിട്ട് ഓക്കെ സിൽവർ ബാറിൻ്റെ കളറ് പർപ്പിൾ ആയിട്ടുണ്ട്. ഇനി എനിക്കിതിൻ്റെ ലെങ്ത് ഈ ഒരു ഹൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എക്സ്റ്റെൻഡഡ് ഹൈറ്റ്. അത് എത്ര വേണേൽ കൊടുക്കുക. ഞാൻ ജസ്റ്റ് 200 കൊടുത്തു. ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പം ഞാൻ ഹൈറ്റ് 300 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും. ഓക്കെ ഇനി ഇത് വൈറ്റ് കളറിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ലിസ്റ്റ് ആഡ് ചെയ്യണം. നമുക്കിത് സ്ക്രോൾ ചെയ്യണമെങ്കിൽ താഴേക്കൊരു ലിസ്റ്റ് വേണമല്ലോ. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ലിസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. നമ്മൾ സ്ലിവർ ആപ്പ് ബാറിന് നോർമൽ ലിസ്റ്റ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. അതിന് സ്ലിവർ ലിസ്റ്റ് എന്നാണ് കോൾ ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കസ്റ്റം സ്ക്രോൾ വ്യൂവിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ അത് വരിക. സ്ലിവർ ലിസ്റ്റ് എന്ന് കോൾ ചെയ്യാം. വരുന്നില്ലല്ലോ. ഓക്കെ സ്ലിവർ ലിസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഡെലിഗേറ്റ് എന്നൊരു പ്രോപ്പർട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്ലിവർ ചൈൽഡ് ലിസ്റ്റ് ഡെലിഗേറ്റ് എന്ന് നമ്മൾ ചെറിയ ലിസ്റ്റൊക്കെ ആണെങ്കിൽ സ്ലിവർ ചൈൽഡ് ലിസ്റ്റ് ഡെലിഗേറ്റ് എന്ന് കൊടുക്കുക. കുറച്ച് വലിയ ലിസ്റ്റൊക്കെയാണ് ലാർജ് ഡേറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ലിവർ ചൈൽഡ് ബിൽഡർ ഡെലിഗേറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടുള്ള UIസും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ലിസ്റ്റിനെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ കോൾ ചെയ്യാം. ഇനി ഒരു കണ്ടെയ്നർ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. കണ്ടെയ്നറിൻ്റെ കളർ കളേഴ്സ് ഡോട്ട് ഗ്രീൻ. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 1000 കൊടുക്കാം. ഓക്കെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ ഗ്രീൻ കളറ് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടെയ്നർ ബോക്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഈ സ്ലിവർ ആപ്പ് ബാർ എന്ന് പറയുന്നത് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റും. നോർമൽ ആപ്പ് ബാർ ആണെങ്കിൽ അതിങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അത് ഫിക്സഡ് ആയിരിക്കും. അപ്പം ഞാൻ ഇനിയിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു കസ്റ്റം ആപ്പ് ബ്ലാക്ക് കളറിൽ അത്ര ക്ലിയർ അല്ല. സോ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റൈൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് സ്റ്റൈൽ ഓക്കെ കളേഴ്സ് ഡോട്ട് വൈറ്റ് എന്നാക്കാം. ഓക്കെ ഈ സെയിം കോപ്പി ചെയ്യാം. ഇവിടെയും കൂടെ ഐക്കൺസിനും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. കോമായിട്ടിട്ട് ഓക്കെ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ ഇപ്പോൾ ഒന്നും കൂടെ വ്യൂവബിൾ ആണ്. ഇനി എനിക്ക് ഈ ഒരു പർപ്പിൾ കളർ പോർഷൻസിൽ എനിക്കിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യണം. എങ്ങനെയാണ് സ്ലിവർ അപ്പ് ബാറിനകത്ത് ഒരു ഇമേജ് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യേണ്ട പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സിബിൾ സ്പേസ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ അത് ഫ്ലെക്സിബിൾ സ്പേസ് ബാറിന് കൊടുക്കുക. അതിൻ്റെ ബ്രാക്കറ്റ്സിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എനിക്ക് വേണ്ടത് ഒരു ഇമേജ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇമേജ് ഡൗൺലോഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനതും കൂടെ പ്ലേസ് ചെയ്യാം. എങ്ങനെയാണ് ഒരു ഇമേജ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഞാൻ ഈ ഒരു പിക്ചറിൻ്റെ പാത്ത് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡോട്ട് അസെറ്റ് നെറ്റ്വർക്ക് ഇമേജോ എന്ത് ഇമേജ് വേണമെങ്കിലും ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫുൾ ബോക്സ് കവറായിട്ട് ആ ഇമേജ് നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഫിറ്റ് എന്നൊരു പ്രോപ്പർട്ടിയാണ് ബോക്സ് ഫിറ്റ്
ഡോട്ട് കവർ എന്ന് വിളിക്കാം. ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഇമേജാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെ ഇമേജ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ദാ ഇപ്പം നിങ്ങൾക്ക് കാണാം, ദാ ഈ ആപ്പ് ബാർ കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകാതെ ഈ ആപ്പ് ബാറിൻ്റെ ഈ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സ്പേസ് മാറ്റിയിട്ട് ബാക്കി പോർഷൻസിനെ അവിടെ സ്ക്രോളിങ്ങിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നീട്. അപ്പോൾ നമുക്ക് പിന്നീട് എന്നുള്ളത് ട്രൂ ആക്കി കൊടുത്തിട്ട് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതാ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ ആപ്പ് ബാർ അവിടെ തന്നെ ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന സ്പേസിനെ നമ്മൾ എടുക്കുന്നില്ല. ഇനി ഈ ടോപ്പിലുള്ള ഇതും കൂടെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ മാത്രം നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലോട്ടിംഗ്. ഫ്ലോട്ടിംഗ് ട്രൂ ആക്കി കൊടുക്കുമ്പോൾ ഈ ബോട്ടത്ത് കൊടുത്തിരിക്കുന്ന ആ പോർഷൻ അതുപോലെ നിൽക്കും, ടോപ്പിലേക്കുള്ളത് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സ്ലിവർ ആപ്പ് ബാർ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ഈ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇത്രയും ഭാഗം കൂടെ കൂടിയിട്ട് നമ്മുടെ ഈ ആപ്പ് ബാറിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സേഫ് ഏരിയ എന്നുള്ളൊരു വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ഈ സ്കാഫോൾഡിനകത്ത് റാപ്പ് വിത്ത് വിഡ്ജറ്റ് എന്നുള്ളിടത്ത് സേഫ് ഏരിയ എന്ന് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റൺ ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം മുകളിൽ നിന്ന് താഴേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സേഫ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.